ഹായ് ഹലോ എല്ലാവർക്കും ബിഗ് ബോസിൻ്റെ 15ാമത്തെ ദിവസത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം. ഇന്നൊരു ബ്രഹ്മാണ്ഡ ദിവസമായിരുന്നു. നമ്മൾ ഇന്നത്തെ മെയിൻ കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അപ്പോൾ സമയം കളയാതെ കാര്യങ്ങളിലേക്ക് കിടക്കാം. ആദ്യം തന്നെ രഹന ഫാത്തിമയുടെയും അനുമോളുടെയും അടിയാണ്. അത് രഹന ഫാത്തിമ ഇങ്ങനെ ചൊറിഞ്ഞ് മേടിക്കാമെന്ന് കേട്ടിട്ടില്ലേ? അനുമോൾ അതിന് കുറിക്കൊള്ളുന്ന മറുപടിയും കൊടുത്തിട്ടുണ്ട്. പക്ഷേ അവസാനമായപ്പോഴേക്കും പിന്നെ അനുമോളുടെ സ്ഥിരം കരച്ചിൽ വന്നു. പിന്നെ ചപ്പാത്തി കള്ളി എന്നൊക്കെ വിളിച്ചപ്പോഴേക്കും സ്വാഭാവികമായിട്ടും വരും ചിലപ്പം. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ നമ്മുടെ ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് അറിയത്തില്ല. ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ആക്ട്രസ്സാണ്. അപ്പം അതും വെച്ച് കളിയാക്കി പിന്നെ വീട്ടിലുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ളത് കൊണ്ടായിരിക്കാം പുള്ളിക്കാരി കരഞ്ഞു കാണാൻ വഴി. ഞാനും കണ്ടപ്പോൾ അത് ചിരിച്ചു. ചപ്പാത്തി കളി എന്നൊക്കെ വിളിച്ചാൽ കരേണ്ട ആവശ്യമുണ്ടോ, തിരിച്ച് മറുപടി പറഞ്ഞാൽ പോരെ എന്ന് വിചാരിച്ചു. പക്ഷേ പുള്ളിക്കാരിൻ്റെ മാനസികാവസ്ഥ അങ്ങനെയായിരിക്കാം, അങ്ങനെയുള്ളവരുമുണ്ട്. ഓക്കെ, സോ അതാണ് എനിക്ക് കമൻറ്റ് ചെയ്യാനുള്ളത്. ഇതിൻ്റെ അകത്ത് രഹന ഫാത്തിമ നമ്മുടെ ജിസൈലിനെ ബോധിപ്പിക്കാനാണ് ഇതൊക്കെ ചെയ്യുന്നതെങ്കിൽ രഹന ഫാത്തിമയ്ക്ക് തന്നെ അടി കിട്ടും. അതാണ് മെയിനായിട്ടുള്ള കാര്യം. പിന്നെ നോമിനേഷൻ നടന്നിരുന്നു. നോമിനേഷൻ്റെ അകത്ത് വന്നത് നമ്മുടെ അനുമോൾ വന്നിട്ടുണ്ട്, ഷാനവാസ് വന്നിട്ടുണ്ട്, സരിക വന്നിട്ടുണ്ട്, ഷാരിക KB വന്നിട്ടുണ്ട്, അപ്പാണി ശരത്ത് വന്നിട്ടുണ്ട്, രഹന ഫാത്തിമ വന്നിട്ടുണ്ട്, അക്ബർ വന്നിട്ടുണ്ട്, ഒനീൽ വന്നിട്ടുണ്ട്. സോ ഒരു ടൈറ്റ് നോമിനേഷനാണ്. എന്തുകൊണ്ടാണ് അഭിലാഷ് വരാത്തത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. കഴിഞ്ഞ ആഴ്ചത്തെ നോമിനേഷനും ഇല്ല, ഈ ആഴ്ചത്തെ നോമിനേഷനും ഇല്ല. പുള്ളിക്കാരൻ സേഫായിട്ടാണ് ഗെയിം കളിക്കുന്നത്. ഇത് ഒനീലിന്, അതായത് അഭിലാഷ് നമ്മുടെ ഇതിൻ്റെ അകത്തേക്ക് വരാതെ വന്നിട്ടില്ലെങ്കിൽ അത് ഒനീലിന് വോട്ട് പോകാനുള്ള ചാൻസാണ് കൂടുതൽ. ഓക്കെ, പിന്നെ അതിനുശേഷം കിച്ചൺ ഇഷ്യൂ ആണ്. അത് അടുത്ത കിച്ചൺ ഇഷ്യൂ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. കാര്യം കിച്ചണിലുള്ളവർ മാത്രം കിച്ചണിൽ കുക്ക് ചെയ്താലും കാര്യങ്ങൾ മതി എന്നുള്ളത്. ഇന്നലെ ആര്യൻ ക്യാപ്റ്റനായപ്പം അപ്പാണീനെ ക്യാപ്റ്റൻസി ഏൽപ്പിച്ചപ്പം അവരുടെ ഗ്രൂപ്പിലിരുന്ന് തന്നെ പറയുന്നുണ്ടായിരുന്നു, കിച്ചൺ ടീമിലുള്ളവർ നമ്മുടെ ഗ്യാസ് തൊട്ടാൽ മതി എന്നാണ് പറഞ്ഞത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നെവിനാണ് തൊട്ടത്. പക്ഷേ കിച്ചണിൽ പിന്നെ പണിയെടുക്കുന്നവർ വേണമെങ്കിൽ ഉൾപ്പെടുത്താം. സോ ആര്യനോടും പെർമിഷൻ എടുത്തു, അപ്പാണിനോടും പെർമിഷൻ എടുത്തു ക്യാപ്റ്റനായ. പക്ഷേ അനുമോൾ ഇതറിഞ്ഞില്ല. അപ്പം സ്വാഭാവികമായിട്ടും ഒരു ടീമാകുമ്പം അവരെ അറിയിക്കുക എന്നുള്ളത് ഒരു ബേസിക് മര്യാദ, അത് പാലിച്ചില്ല. അതാണ് പിന്നെ അനുമോളെ ചോദിപ്പിച്ചത്. അനുമോൾ പറയുന്നത്, ഞാനിപ്പം ജിസൈലിൻ്റെ ഒരു കിച്ചൺ ടീമിലാണ് പോകുന്നതെങ്കിൽ ജിസൈൽ എന്നെ അടുപ്പിക്കില്ല. അതുപോലെ തന്നെയാണ് എനിക്കിതും. നമ്മുടെ അനുമോളുടെ ഭാഗത്ത് ഒരു ന്യായമുണ്ട്. പക്ഷെ അതിൽ പിടിച്ച് കയറുകയും അപ്പോഴേക്ക് അപ്പാണീനെ ഒരു പൊട്ട ക്യാപ്റ്റൻ എന്ന് വിളിച്ചപ്പം അപ്പാണി വിചാരിച്ചത് അപ്പാണീനെയാണ് പൊട്ടൻ എന്ന് വിളിക്കുന്നത്. അത് കേട്ട് ചാടി ഇറങ്ങി വരികയും ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു. ഞാൻ വിചാരിച്ചു അനുമോള് കരഞ്ഞു. പക്ഷേ സ്റ്റേണായിട്ട് നിന്നു. അത് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തില്ല. അതുകൊണ്ട് ഞാൻ അവിടെ അത്ഭുതപ്പെട്ടു അനുമോളുടെ ക്യാരക്ടർ. പിന്നെ അവിടെ നിന്ന് വാക്ക് തർക്കം ഉണ്ടാവുകയും പിന്നെ അതിനുശേഷം അനുമോൾ ഒരു വാക്ക് പറഞ്ഞു. അതായത് പിന്നെ RJ ബിൻസി പോയത് അപ്പാണി കാരണമാണെന്ന്. അത് അപ്പാണിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. വീണ്ടും വർത്തമാനമായി. അത് കേട്ടതോടെ അക്ബർ ഇറങ്ങി പുറപ്പെട്ടു. ഞാൻ വിചാരിച്ചു അക്ബർ തെറി വിളിച്ചു എന്ന്. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായില്ല. അത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഏറെക്കുറെ അനുമോളുടെ ഭാഗത്തായിരുന്നു ശരി. ഓക്കെ, അപ്പം ഇതാണ് കിച്ചൺ ഇഷ്യൂവിൻ്റെ അകത്ത് മെയിനായിട്ടുണ്ടായത്. അതിനുശേഷം പിന്നെ ഹോട്ട് സീറ്റിൽ നമ്മുടെ ഷാരിക KBയും നമ്മുടെ സരികയും ഒരു ചർച്ച നടന്നു. പിന്നെ ഷാരിക KB ഹോട്ട് സീറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എതിരാളിയെ അടിച്ചു വീഴ്ത്തുക എന്നുള്ളതാണ്. അത് സരികയ്ക്ക് അറിയില്ലായിരുന്നു എന്നാണ് പറയുന്നത്. എന്നിരുന്നാൽ കൂടി പിന്നെ ഷാരിക KB പറയുകയാണ്, പിന്നെ നമ്മുടെ കുറച്ച് അശ്ലീല ചൊവ്വ എന്ന് പറയാൻ പറ്റില്ല, ശാരീരിക ഭംഗി, അതായത് ഭംഗിയെക്കുറിച്ച് സംസാരിക്കുകയും അത് പുള്ളിക്കാരി, അതായത് നമ്മുടെ കലാഭവൻ സരിക പുള്ളിക്കാരി പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഓർത്തെടുക്കുമ്പോൾ അതത്ര ശരിയായില്ല എന്ന് തോന്നുകയും, പുള്ളിക്കാരി ഒരു നാട്ടിൻപുറത്തുകാരിയാണ്. അപ്പം ഒരു അശ്ലീല ചൊവ്വ അല്ലെങ്കിൽ ആ ശരീരത്തെക്കുറിച്ച് സംസാരിച്ചതൊക്കെ പുള്ളിക്കാരിക്ക് ബോധിച്ചില്ല. വീട്ടുകാർ കാണുന്നതല്ലേ, ഭർത്താവ് കാണുന്നതല്ലേ, മക്കൾ കാണുന്നതല്ലേ എന്നൊക്കെ വിചാരിച്ചപ്പോഴേക്കും പുള്ളിക്കാരിക്ക് സങ്കടമായി. പുള്ളിക്കാരി കരഞ്ഞുകൊണ്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ച്, അവിടെ ഉണ്ടായിരുന്ന ആരൊക്കെയാണോ അവരുടെ മുന്നിൽ വെച്ച് സംസാരിക്കുകയും അക്ബർ അത് ഏറ്റെടുക്കുകയും ചെയ്തു. പിന്നെ നിങ്ങളൊരു സ്ത്രീയല്ലേ, അപ്പം ഇങ്ങനെ സംസാരിക്കാൻ പാടുണ്ടോ എന്നുള്ള രീതിയിൽ അക്ബർ അത് ഏറ്റെടുത്തു. സോ അവിടെ തുടങ്ങി നമ്മുടെ ഷാരിക KBക്കും അക്ബറിനും ഇടയിലുള്ള പ്രശ്നം. ഓക്കെ, അപ്പം ഇതെന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷാരിക KB പിന്നെ കഴിഞ്ഞ ദിവസം നെവിനെക്കുറിച്ച് അക്ബർ പറഞ്ഞ കാര്യം നെവിനോടും ഒനീലിനോടും ഷാനവാസിനോടൊക്കെ അങ്ങ് പറഞ്ഞു. എന്താണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ത്രീകളോടുള്ള പിന്നെ നെവിൻ്റെ പെരുമാറ്റം ശരിയല്ല എന്നുള്ളത് പറഞ്ഞത്. അതിവരെ എടുത്ത് പുകയ്ക്കാൻ തുടങ്ങി.
അതാണ് സംഭവം. എനിക്കും തോന്നിയിട്ടുണ്ട് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ആഴ്ചയായിട്ടുള്ളൂ. ഒരു പെർമിഷൻ നമ്മൾ കാണുന്നതാണ്, പെർമിഷൻ ചോദിക്കാതെ നെവിൻ ചെന്നിട്ട് അവരുടെ ശരീരത്തെ തൊടുകയും അവർക്ക് ഇഷ്ടമാവുന്നുണ്ടോ എന്ന് പോലും അറിയത്തില്ല. ഒരവസരത്തിൽ അനുമോളും ശൈത്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതത്ര ശരിയായ പരിപാടിയല്ല എന്ന്. സോ ആദ്യമൊക്കെ ഒന്ന് പെർമിഷൻ ചോദിച്ചിട്ടാവാം, പിന്നെ ഫ്രണ്ട്സായി. അതായത് ഒരു പ്രാവശ്യം പെർമിഷൻ ചോദിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അവരുടെ അണ്ടർസ്റ്റാൻഡിങ് എന്താണെന്ന്. അതിനുശേഷം ജിസേലിനെ പോലെയുള്ളവർ കുറച്ചും കൂടെ മോഡേൺ ചിന്താധിക്കാരാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് വലിയ കുഴപ്പമുണ്ടാവാൻ ചാൻസ് ഇല്ല. പിന്നെ ഞാൻ കണ്ടത് ഒരു പൊറാട്ട് നാടകമാണ് ഷാനവാസിൻ്റെ. ഇതൊക്കെ കേട്ടിട്ട് ഷാനവാസ് പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളെയൊക്കെ അറിയാം, സ്ക്രീൻ സ്പേസിന് വേണ്ടി കളിക്കുന്ന പൊറാട്ട് നാടകമായിട്ടാണ് എനിക്ക് കണ്ടപ്പോൾ തോന്നിയത്. ഇനി അതിൻ്റെ ബാക്കിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. പക്ഷേ ഇപ്പോഴത്തെ എൻ്റെ മാനസികാവസ്ഥയിൽ ഞാൻ കണ്ടതും വെച്ചിട്ട് എനിക്ക് പറയാനുള്ളത് ഷാനവാസ് കളിച്ചൊരു പൊറാട്ട് നാടകമാണ്. അക്ബർ ജിസൈലിനെ വേറെ ഒരു ചുവയോടെ നോക്കി കണ്ടു, പിന്നെ വേറെ രീതിയിൽ നോക്കി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പം തികച്ചും അടിസ്ഥാനരഹിതമാണ് ഇത്. അങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഷാനവാസ് അപ്പം പറയണമായിരുന്നു, ഇപ്പം ഈ നിവൻ്റെ ഈ ഒരു പ്രശ്നം വരുമ്പോഴല്ലായിരുന്നു പറയേണ്ടത്. സോ അക്കാര്യം. പിന്നെ കൂടാതെ പിന്നെ അപ്പാണി ശരത്തിനെ കുറിച്ച് പറയുന്നുണ്ട്, പുറത്തു പോയൊരു കണ്ടസ്റ്റന്റിനെ കുറിച്ച് പറയേണ്ടി വരും, അതാണ് ഇതാണ് എന്നൊക്കെ. പക്ഷേ അപ്പാണി ശരത്തും പറയുന്നുണ്ട് തിരിച്ച്, എന്നാൽ നിങ്ങൾ പറ, അപ്പോൾ എനിക്ക് അവസരം കിട്ടുമ്പോൾ പറയുമെന്നാണ് പറയുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മറച്ചു വെക്കാതെ എന്താ പറയുക, പറയാനാണ് ഷാനവാസ് ശ്രമിക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു സ്ക്രീൻ സ്പേസ് കിട്ടാൻ വേണ്ടി ഷാനവാസ് ചെയ്ത ഒരു പൊറാട്ട് നാടകമാണ് എന്ന്. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയണം, നമ്മുടെ ശൈത്യ ഒരു ഡബിൾ ഗെയിമാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നല്ലെങ്കിൽ അനുമോളുടെ കൂടെ നിന്ന് കാല് വാരാതിരിക്കുക, അല്ലെങ്കിൽ അനുമോളെ സപ്പോർട്ട് ചെയ്യുക. ഈ അനുമോളുടെ കൂടെ നിന്ന് കാല് വാരിയിട്ടുണ്ടെങ്കിൽ അതൊരു പാതാളത്തിലേക്കുള്ളൊരു പോക്കായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അനുമോളുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ മേ ബി പുള്ളിക്കാരിക്ക് കുറച്ച് നാളും കൂടെ പോവാം എന്നാണ് എൻ്റെ പേഴ്സണൽ ഫീലിംഗ്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ആഴ്ച പോവേണ്ടതായിരുന്നു, രക്ഷപ്പെട്ടതിനുള്ള കാരണം കൂടെ അനുമോളായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ അതും കാണേണ്ടിയിരിക്കുന്നു. ഇന്നിപ്പം അനുമോള് ബാക്കിയുള്ള ഗ്യാങ്ങിനോടും സംസാരിക്കുന്നുണ്ട്, അനുമോളെ അത്ര മൈൻഡും ചെയ്യാത്തതുപോലെ തോന്നി. പക്ഷേ എന്നാൽ കൂടെ ഒരു കൺസേൺ ഉണ്ട്. അതിലൊരു ക്ലാരിറ്റി നമ്മുടെ ശൈത്യ വരുത്തുകയാണെങ്കിൽ ശൈത്യക്ക് മുന്നോട്ട് പോകാൻ അടിപൊളിയായിരിക്കും. സോ ഇത്രയും കാര്യങ്ങളാണ് നടന്നത്. ഇതിൽ കൂടുതൽ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്, പക്ഷേ ഇത്രയും മെയിൻ കാര്യങ്ങളാണ് നടന്നത്. ഇനി നാളത്തെ പ്രമോഹം വന്നിട്ടുണ്ട്. അക്ബറും ഷാനവാസും തമ്മിൽ മിക്കവാറും ജിസൈലിൻ്റെ പ്രശ്നമായിരിക്കാം. ഞാൻ വിചാരിക്കുന്നില്ല അക്ബർ അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് തമാശയ്ക്കല്ലാതെ. ഈ ഷാനവാസ് വളച്ചൊടിക്കാൻ മിടുക്കനാണ്. സോ എനിക്ക് അത്യാവശ്യം താല്പര്യമില്ലാത്ത ആളാണ് ഷാനവാസ്. മേ ബി അതായിരിക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയുണ്ട് എന്ന് നാളെ കാണാം. നിങ്ങൾക്കെന്തെങ്കിലും നിങ്ങളുടെ വ്യൂ പോയിന്റിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. അതിന് തീർച്ചയായിട്ടും ഞാൻ മറുപടി തരുന്നതാണ്. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു.